ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വിറക് കത്തിച്ച് അടുപ്പിലൊരു പത്തിരിയും മീൻകറിയെല്ലാം ഉണ്ടാക്കാം. ഗ്യാസിനെല്ലാം വലിയ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഇപ്പം അധികവും വിറകടുപ്പിലാണ് ഉണ്ടാക്കൽ. പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട്. പരിപ്പും തക്കാളിയും പച്ചമുളകും വെല്ലുള്ളിയെല്ലാം കൂടിയും കട്ട് ചെയ്ത് വെച്ചതാണത്. ആ അടുപ്പിലേക്ക് ചോറിന് വെള്ളം ചൂടാകാനും വെച്ചു. ഓരോന്ന് ഒയ്യുമ്പോൾ ഓരോന്നാകുമ്പോൾ പെട്ടെന്നങ്ങായി തീരുമല്ലോ. മുരിങ്ങാക്കായും പരിപ്പും വെക്കാമെന്ന് വിചാരിച്ചതാണ്. പരിപ്പ്, തക്കാളി, ഒരു വെല്ലുള്ളി, 4 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും ചേർത്തതാണ് കേട്ടോ. എല്ലാം കൂടെ അടുപ്പിൽ വെച്ചതാണ്. വേറെ എന്തൊക്കെയാണ് വിശേഷം? അല്പം ഉപ്പും ചേർത്ത് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. നമുക്കത് വേവുന്ന സമയം കൊണ്ട് മുരിങ്ങയ്ക്ക വൃത്തിയാക്കി എടുക്കാം കേട്ടോ. മുരിങ്ങയ്ക്ക ഇട്ട് ഇത് നല്ലപോലെ വേവാൻ വെച്ചു. തേങ്ങ അരച്ച് വെച്ചതാണത്. നല്ലപോലെ തിളച്ച് അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയിട്ട് പൊട്ടിച്ച് വെച്ചതാണ്. അങ്ങനെ പരിപ്പും മുരിങ്ങാക്കായും റെഡിയായി. നമ്മൾ ഓരോന്ന് കീയ്ക്കുന്ന അടുപ്പത്ത് പെട്ടെന്ന് ആക്കിയെടുത്താലേ പണി പെട്ടെന്ന് കഴിയും. ഇത് വെണ്ടക്ക മെഴുക്ക് വരട്ടിയാക്കാണ് കേട്ടോ. ചട്ടി അടുപ്പിൽ വെച്ച് അല്പം വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വെണ്ടക്കയും ഒരു തക്കാളിയും ഒരു വെല്ലുള്ളി 4 പച്ചമുളകും ചേർത്ത് വഴറ്റാൻ വെച്ചതാണ്. ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റാൻ വെച്ച് അല്പം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. വെണ്ടക്ക മെഴുക്ക് വരട്ടി റെഡി. പരിപ്പ് കറിയും റെഡിയായി. മത്തി കറി വെച്ചതാണ്, അതും റെഡിയായി. ചോറും ആക്കി വെച്ചു. ഇപ്പം രാവിലത്തെ പണി ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടുപ്പെല്ലാം വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് വെണ്ടക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് വീട്ടിലെ ചെടികളെല്ലാം ഒന്ന് കാണാം. ഈ ചെടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഈ അടുത്ത് നട്ട് വെച്ചതാണ് കേട്ടോ. വേഗം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് വാടിയ പോലെ കിടക്കുന്നുണ്ട്. അത് കപ്പക്കിഴങ്ങാണ് കേട്ടോ. മധുരക്കിഴങ്ങ് പൊടിപ്പിച്ചതാണ്. ചേമ്പ് ഒരു പാത്രത്തിൽ വെച്ച് അതിൽ മണ്ണും കരിയിലെല്ലാം ഇട്ട് മുളപ്പിക്കാൻ വെച്ചതാണ്. ഇതൊക്കെ ചെടിയാണ്. പിന്നെ എൻ്റെ വെർട്ടിക്കൽ ഗാർഡനാണ്. അത് കാഷ് ഗ്ലോ എന്ന് പറഞ്ഞ ചെടിയില്ലേ, മഞ്ഞപ്പൂവുണ്ടാകുന്ന പടരുന്ന അതാണത്, ആ കവറിലുള്ളത്. അങ്ങനെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. വേറെ എന്തൊക്കെയാണ് വിശേഷം? ചെടിയെ ഇഷ്ടപ്പെടുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ എന്ത് തന്നാലും അവർ ചതിക്കും. അതേ സ്ഥാനത്ത് ഈ ചെടികളെ സ്നേഹിച്ചാൽ അതിൽ പൂവും ഇതെല്ലാം തരുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു സന്തോഷമാണ് ഈ ചെടികളെ സ്നേഹിക്കുന്നവർക്ക്. മിണ്ടാപ്രാണികളൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. പൂച്ചേനെയൊക്കെ ആദ്യമൊന്നും കോഴിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം ഞാനതെല്ലാം ഒഴിവാക്കിയതാണ്, അലർജിയുടെ പ്രശ്നം ഉണ്ടായിട്ട്. ഇത് മല്ലിച്ചപ്പ് കേട്ടോ. അത് ആഫ്രിക്കൻ മല്ലിച്ചപ്പ് എന്ന് പറയുന്ന ചെടിയാണത്. ഇത് പലതരം ചെമ്പരത്തിയാണ്. ഇത് മുറികൂടിയാണ്. ഇതിൻ്റെ ഇല ചതച്ച് മുറിവിലെടുത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങും.
ഇത്തിരി ചെടിയൊക്കെ ആണ് കേട്ടോ ഉള്ളൂ. പിന്നെ ബോഗൺവില്ലയും അങ്ങനെ അതൊക്കെയാണ് ഉള്ളൂ. ഇതൊക്കെ ഞാൻ നട്ട് വെച്ചതാണ്. എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് വെട്ടിയിട്ട് ചെറിയ ചെറിയ പോട്ടിലാക്കിയിട്ട് നട്ട് വെച്ചതാണ്. ഇനി പൊടിച്ച് കിട്ടിയിട്ട് വേണം വലിയ ചട്ടിയിലേക്ക് മാറ്റാൻ. വേറെ എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ട് ചെയ്യണേ ചെയ്തിട്ട്